ഹായ് നമസ്കാരം. അങ്കമലയുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ബോക്സ് ഓഫീസ് കളക്ഷൻ ഓഫ് ദൃശ്യത്തിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷനെ കുറിച്ച് പറയാതിരിക്കാൻ തരമില്ല. വെറും 5 ദിനങ്ങൾ കൊണ്ട് ചിത്രം 150 കോടി ക്ലബിലേക്കാണ് നടന്നെടുത്തിരിക്കുന്നത്. അത് വലിയൊരു നേട്ടം തന്നെയാണ്. കാരണം നമുക്കറിയാം, മലയാള സിനിമ ഇൻഡസ്ട്രി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിജയങ്ങൾ കുറച്ച് കാലമായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ അടുത്തായിട്ട് ഈ വെക്കേഷൻ സീസണിൽ 1-2 സിനിമകൾ 100 കോടി ക്ലബിലേക്ക് എത്തി എന്നുള്ളത് മാത്രമല്ലാതെ കൂടുതൽ സിനിമകൾ വിജയ പരമ്പര തുടരുന്നതിൽ പരാജയപ്പെടുകയാണ്. 2024 നമ്മൾ കണ്ടിരുന്ന ആ വിജയ തുടർച്ചയുണ്ടല്ലോ, ആ തുടർച്ച ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. 2025 കൂടി തന്നെ അതിന് ചെറിയൊരു കോട്ടം വീണിരുന്നു. ഇപ്പോൾ ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് 2026 ആദ്യ പാദത്തിലെ വലിയ വിജയങ്ങളിലൊന്നായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ദൃശ്യം എന്ന സീരീസിലെ ദൃശ്യം 3. അങ്ങനെ ദൃശ്യം 3 ജീത്തു ജോസഫ് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം പ്രതീക്ഷിച്ചു പോലും ഉണ്ടാവില്ല ഇത്ര വലിയ വിജയത്തിലേക്ക് ആ സിനിമ നീങ്ങുമെന്ന്. സിനിമ വിജയിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം. കാരണം ദൃശ്യം എന്നുള്ള ബ്രാൻഡ് എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ജോർജ് കുട്ടിയും റാണിയും മക്കളും ഒക്കെ നമ്മളിൽ ഒരാളായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഒരു തവണയെങ്കിലും നമ്മളത് പോയി കാണുമെന്ന കാര്യം കുശാഗ്ര ബുദ്ധിമാനായിട്ടുള്ള മിസ്റ്റർ ആൻ്റണി പെരുമ്പാവൂരിനറിയാം. ജീത്തു ജോസഫും അത് കണക്ക് കൂട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു സിനിമ അതിൻ്റെ യാഥാർത്ഥ്യ തലത്തിലേക്ക് തന്നെയാണ് അവസാനം കൊണ്ടുചെന്നെത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ഈ സിനിമയിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സിനിമ ഒരു ഞാണിമേ കളി തന്നെയാണ്. കാരണം ഈ സിനിമയുടെ തുടർച്ച ഇനി വേണോ വേണ്ടേ എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിട്ട് ഇതോടുകൂടി സിനിമ സീരീസ് നിർത്തുന്നതാണ് നല്ലതാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ആൻ്റണി പെരുമ്പാവൂർ പറയുന്നത് അത് തുടരുമെന്ന് തന്നെയാണ്. 4ാം ഭാഗത്തിലേക്കുള്ള ഒരു വകുപ്പ് ലീഡ് ഇട്ടുകൊണ്ട് തന്നെയാണ് സിനിമ അവസാനിപ്പിക്കുന്നത്. എങ്കിലും ഈ സിനിമ നല്ല രസകരമായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും ഇല്ല. സിനിമയുടെ ഹാഫ് വരെ വലിയ കുഴപ്പമില്ലാതെ കടന്നുപോയ സിനിമ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എൻഗേജ് ചെയ്ത് പോയ സിനിമ അവസാന ഭാഗത്തോടെ എടുക്കുമ്പോൾ അവസാനത്തെ 40 മിനിറ്റ് നേരത്തെ പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ പ്രകടനം അത് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ ഹൈപ്പ് കൂട്ടുന്ന ഘടകം. ലാലേട്ടൻ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു കഥാപാത്രത്തിൻ്റെ ആ ഒരു ലെവലിലേക്ക് ഇറങ്ങി വന്ന് എല്ലാവരെയും ഒരുപോലെ ആകർഷിപ്പിക്കുന്നത്. തുടരുമെന്ന സിനിമയിൽ ഉണ്ടായെങ്കിലും അതിനേക്കാൾ മുകളിൽ നിൽക്കുന്നൊരു കഥാപാത്രമായിട്ടാണ് എനിക്ക് ഈ ദൃശ്യത്തിലെ ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തെ കണക്കാക്കുന്നത്. കാരണം അവസാനം അദ്ദേഹം പറയുന്ന ചില രംഗങ്ങളും അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ചില മാനറിസങ്ങളൊക്കെ നമ്മൾ ഇതുവരെ അദ്ദേഹത്തിന് കാണാത്ത, കുറച്ച് കാലങ്ങളായിട്ട് കാണാത്ത ഒരു ഭാവപ്രകടനമായിരുന്നു. അത് വലിയൊരു സന്തോഷമാണ് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കുണ്ടായത്. കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ മനോഹരമായിട്ടുള്ള പ്രകടനങ്ങൾ കാണുവാനായിട്ട്. 150 കോടി ക്ലബിലേക്ക് എത്തിയ ദൃശ്യം ടീമിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഇനിയും ആ വലിയ ഇൻഡസ്ട്രി ഹിറ്റിലേക്കുള്ള യാത്ര തുടരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.